ജീവിതത്തിൽ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു 7 തരം ആളുകളെ കുറിച്ച് പറയാം. ഒന്ന്, ഓവർ തിങ്കേഴ്സ് ആണ്. അവരിങ്ങനെ ചിന്തിച്ചുകൂട്ടുള്ള എന്ത് കാര്യം ചെയ്യണമെങ്കിലും ചിന്തിച്ച് ഇങ്ങനെ പോകും. ഒരിക്കലും അവർ തുടങ്ങൂല എന്നുള്ളതാണ്. രണ്ടാമത്തത്, പെർഫെക്ഷനിസ്റ്റ് ആണ്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ തുടങ്ങുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് പെർഫെക്റ്റ് അല്ല, ഇത് ഓക്കെ അല്ല, ഇത് പോരാ, ഇനിയും നന്നാവണം. നന്നാക്കാൻ ശ്രമിക്കുന്ന നല്ലതാണ്, പക്ഷേ 100% പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സാധനമില്ല. അങ്ങനെ ഒരു പെർഫെക്ഷന് കാത്തിരുന്നു കഴിഞ്ഞാൽ അവരും രക്ഷപ്പെടില്ല. മൂന്നാമത്തത്, എക്സ്ക്യൂസ് മേക്കേഴ്സ് ആണ്. അവരെല്ലാവരും കാരണം കാണും. വൈകി വന്നത് ബസ്സിൻ്റെ കുറ്റമായിരുന്നു, ചെയ്യാത്തത് ഇന്ന കാരണം കൊണ്ടാണ്, അത് ചെയ്യാത്തത് കറണ്ട് ഇല്ലാഞ്ഞിട്ടാണ്, ഇതില്ല, 100 കാരണങ്ങൾ പറയാമെന്നല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എക്സ്ക്യൂസ് മേക്കേഴ്സ് ആണ് മൂന്നാമത്തത്. നാലാമത്തത്, പീപ്പിൾ പ്ലീസേഴ്സ് ആണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കളവ് പറയുകയാണെങ്കിൽ കളവ് പറയും, പിന്നെ നോ പറയില്ല, അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നോ പറയില്ല, അവരോടൊന്നും കൽപ്പിക്കില്ല, അവർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല, അവർ തരാനുള്ള കാര്യം ചോദിച്ചു വാങ്ങില്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടിയാലോ. അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കുന്നവരും രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ഒരിക്കലും നിങ്ങൾ വിചാരിച്ചാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അടുത്ത പ്രോക്രാസ്റ്റിനേഴ്സ് ആണ്. നാളെ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് ഇന്ന് ചെയ്യാനുള്ള കാര്യം കുറച്ചല്ലേ ഉള്ളൂ, നാളെ ചെയ്യാൻ വിചാരിക്കും. നാളെ ചെയ്യാനുള്ളതും ഇന്നത്തും കൂടി ചേരുമ്പോൾ കുറച്ച് അധികമാവും. അങ്ങനെ കുറേ അധികമാകുമ്പോൾ ഒരുപാട് ഹെക്റ്റിക് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്നവരാണ് ആറാമത്തെ വിഭാഗം. ഏഴാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, നോ ഇറ്റ് ഓൾ. എനിക്കെല്ലാം അറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാതെ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്, എനിക്കറിയാമെന്ന് പറയുന്ന ആളുകളെ സൂക്ഷിക്കണം. എല്ലാം അറിയുന്ന ആരും ലോകത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകൾ രക്ഷപ്പെടാനും സാധ്യത കുറവാണെന്നുള്ളതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഈ സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ദി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.